മഹ്ശറിൽ കേൾക്കുന്ന ആദ്യത്തെ അനൗൺസ് എന്താണ്? ഈ വഅള് സമാപിക്കുമ്പോ ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നവർ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. ധാരാളം ആലിമീങ്ങളുണ്ട്, അനേകം മുതഅല്ലിമീങ്ങളുണ്ട്, അനേകം വയസ്സന്മാരുണ്ട്, അനേകം പ്രായം ചെന്ന ഉമ്മമാരുണ്ട്, ഹജ്ജ് ചെയ്തവരുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അവരൊക്കെ അത് ചെയ്ത്, പ്രത്യേകിച്ചും ഹജ്ജിന് പോകുമ്പോൾ മക്കയിൽ നിന്നൊക്കെ ചെയ്ത് ശീലിച്ച് തുടങ്ങി വെച്ചിട്ടുണ്ടാകും. പിന്നെ അത് മുടക്കാതെ അങ്ങ് നിലനിർത്തുന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പടച്ചവനെ, ആദ്യമായി മഹ്ശറിൽ കേൾക്കുന്ന അനൗൺസ് അയ്നല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ എവിടെ? ഇങ്ങോട്ട് വരൂ. ഇതാണ് മഹ്ശറിൽ ആദ്യം കേൾക്കുന്ന ശബ്ദം. അള്ളാന്റെ റസൂല് ശഫാഅത്തിന് വേണ്ടി അള്ളാന്റെ മുമ്പിൽ ചെന്നിട്ട് ശഫാഅത്ത് ചെയ്യുന്നു. ഈ ജനങ്ങളെ രണ്ടാലൊരു തീരുമാനമാക്കണേ എന്ന്. ഇതാണ് ആദ്യത്തെ ശഫാഅത്ത്. ഈ ശഫാഅത്ത് ആർക്കെല്ലാം കിട്ടും? അബൂജാഹിലിനും കിട്ടും. വിചാരണക്കെടുക്കണം എന്നല്ലേ പറയുന്നത്? അതെല്ലാവർക്കും ലഭിക്കും, സർവ്വജനങ്ങൾക്കും ലഭിക്കും. ആ ശഫാഅത്തല്ല നമ്മൾ ചോദിക്കുന്നത്. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നില്ലേ? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി സയ്യിദനാ മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅത വബഅതുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു വർസുഖ്നാ ശഫാഅതഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാഹ് എന്ന് ചോദിക്കുന്ന ശഫാഅത്ത് ഇതല്ല. ഇത് ചോദിക്കാതെ തന്നെ കിട്ടും. ഇത് അബൂജഹലിനും കിട്ടും, ഉത്ബത്തിനും വലീദിനും ശൈബത്തിനും കിട്ടും, മറുവശത്ത് മുഅ്മിനീങ്ങൾക്കും കിട്ടും. അള്ളാഹുവിന്റെ റസൂൽ ആവശ്യപ്പെടുന്നത് ഇത് വിചാരണക്കെടുക്കണമെന്നാണ്. നാം ചോദിക്കുന്ന ശഫാഅത്ത് അതല്ല താനും. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റസൂലുള്ള പറയുന്നു ആദ്യത്തെ അനൗൺസ് തഹജ്ജുദ് നിസ്കരിച്ചവരെവിടെ? ഇങ്ങോട്ട് വരൂ. വഹും ഖലീൽ, കുറച്ച് ആളുകളെ ഉണ്ടാകൂ. അവര് മഹ്ശറയുടെ അപ്പുറത്തുനിന്നും 4 ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ട് ഒരുമിച്ച് കൂടിയിട്ട് കുറഞ്ഞ ആളുകൾ ഒരു സംഘമായിട്ട് ഇങ്ങോട്ട് വരും. അവര് വന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ, നിങ്ങൾ സ്വർഗത്തിൽ പോയിക്കോ, നിങ്ങളോട് എനിക്ക് ഒന്നും ചോദിക്കാനില്ല. അത്ര പുണ്യമാണ് തഹജ്ജുദ് നിസ്കാരം. ഹിസാബ് കൂടാതെ, മഹ്ശറയിലെ തുടർ നടപടികൾ അറിയാതെ, വിചാരണയെ നേരിടേണ്ടതില്ലാതെ, ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ ഈ ജനങ്ങളെ, ഈ തഹജ്ജുദ് നിസ്കരിച്ച ആളുകളെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാവട്ടെ. തഹജ്ജുദ് നിസ്കരിക്കണം. മഹ്ശറിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹവും ഉപകാരവുമാണത്. എന്താ നിസ്കാരം? ഒന്ന്, ഉറങ്ങിയതിന് ശേഷമുള്ള നിസ്കാരമാണ്. രാത്രി ഉറങ്ങിയതിന്റെ ശേഷമുള്ള നിസ്കാരമാണ്. ഒരാൾ രാത്രി ഉറങ്ങിയില്ലെങ്കിലോ, ഈ വഅള് സുബഹി വരെ അങ്ങ് തുടർന്നു. കസേരയിൽ ഇരുന്ന് ഉറങ്ങുന്ന ആളുകൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാം. സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടിയാൽ. ഉറങ്ങാതെ വഅള് പറയുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് സുബഹിന്റെ വാങ്കങ്ങ് കേട്ടു, വഅള് നിർത്തി, തഹജ്ജുദ് ഇല്ല. ഉറങ്ങിയാലേ തഹജ്ജുദുള്ളൂ. ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ഏറ്റവും നല്ലത് രാത്രി ഒരു 12 മണിക്ക് ശേഷമാകലാണ്. രാത്രി 8 മണിക്ക് ഉറങ്ങി, 9 മണിക്ക് ഉറങ്ങി, 10 11 മണിക്ക് ഉണർന്നു, അയാൾക്ക് തഹജ്ജുദ് നിസ്കരിച്ചുകൂടെ? തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ ഏറ്റവും പുണ്യം ഒരു 12 മണിയെങ്കിലും കഴിയണം. ഏറ്റവും നല്ലത് അങ്ങനെയാണ്. കുറച്ചുകൂടി നല്ലത് രാത്രിയുടെ അവസാന ഭാഗത്തേക്കാകലാണ്. ഏറ്റവും ശ്രേഷ്ഠത സുബഹിക്ക് അല്പം മുമ്പ് എഴുന്നേറ്റ് വുളു ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് സുബഹി ബാങ്കിനെ കാത്തിരിക്കുന്ന രംഗമാണ് തഹജ്ജുദ് നിസ്കാരത്തിൽ ഏറ്റവും പുണ്യമുള്ള രൂപം. ആ തഹജ്ജുദ് നിസ്കാരം, ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരം, നമുക്ക് ഉറക്കം ഉണരാൻ മാർഗമില്ല. ഉണരണമെന്ന് വിചാരിച്ചാ കിടക്കുന്നത്, പക്ഷേ ഉണരുന്നില്ല. എന്തു ചെയ്യാനാണ് ഉസ്താദേ, ഉറക്കം ഉണരുന്നില്ല? എന്തെല്ലാം ഉപകരണങ്ങൾ നമ്മുടെ വീടുകളിൽ വാങ്ങിവെച്ചിട്ടുണ്ട്.
എത്ര കാശ് മുടക്കി എന്തെല്ലാം ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത്രയൊന്നും വിലയില്ലല്ലോ ഒരു ടൈമീസ് വാങ്ങാൻ, ഒരു അലാറം അടിച്ച് ശബ്ദമുണ്ടാക്കുന്ന യന്ത്രം വാങ്ങാൻ. അത്രയൊന്നും കാശ് വേണ്ടല്ലോ. മൊബൈൽ ഫോണിൽ അലാറ സൗകര്യങ്ങളില്ലേ? എന്തെല്ലാം സംവിധാനമുള്ള മൊബൈലുണ്ട്. സുബഹിക്ക് അല്പം മുമ്പ് വിളിച്ചുണർത്താൻ പറ്റിയ ഒരലാറം വെച്ചുകൊണ്ട് അതിനത് തലന്റെ ചുവട്ടിലാ വെച്ചാ തന്നെ ആ കിടക്കുന്നിടത്ത് കിടന്നിട്ട് അതങ്ങ് ഓഫാക്കി പിന്നെയും കിടന്നുറങ്ങും ചെയ്യും. അലാറം വെച്ചിട്ട് എന്താ കാര്യം? കുറച്ച് ദൂരത്ത് വെക്കണം. ശല്യം ചെയ്യുന്ന വിധത്തിലുള്ള ശബ്ദവും വേണം. കിടക്കാൻ സമ്മതിക്കരുത്. അത് പിന്നെയും 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 അടിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ എഴുന്നേൽക്കും. എഴുന്നേറ്റിട്ട് ദൂരത്തുള്ള ആ ശല്യം തീർക്കാൻ അവിടെ ചെന്നുകൊണ്ട് ഓഫാക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഓഫാക്കി തിരിച്ചു വരുമ്പോഴേക്ക് പടച്ചവനെ തഹജ്ജുദിന്റെ സമയമല്ലേ. നാളെ പരലോകത്ത് ഹിസാബ് കൂടാതെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റിയ അമലല്ലേ തഹജ്ജുദ്. ആ തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ എന്തൊരു നേട്ടമാണ് കിട്ടാനുള്ളത് എന്നാലോചിക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടും. അതാലോചിക്കുമ്പോ പിന്നെ കിടന്നുറങ്ങാൻ തോന്നൂല. ഉടനെ തന്നെ ചെന്ന് കണ്ണും മുഖവും കഴുകിയാൽ അവന്റെ ഉറക്കമങ്ങ് പോകും. ഒരു 4 അടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ ശരിക്കും ഉറക്കം പോയി. തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ആ പാതിരാവിൽ ഏകാന്ത ഹൃദയത്തോടുകൂടി അല്ലാഹുവിലേക്ക് കൈമലർത്തി പ്രാർത്ഥിക്കാം. ദോഷങ്ങൾ പൊറുക്കാൻ കരയാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം, ദുആക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും നല്ല ടൈം ആ സമയത്ത് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. പാതിരാ സമയത്ത് ഇരുന്നു കൊണ്ട് അല്ലാഹുവിനോട് പാപമോചനം തേടി കരയാൻ നമുക്ക് സാധിക്കണം. ഈ വഅലിന്റെ വിജയം പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തഹജ്ജുദ് നിസ്കരിക്കാത്ത വല്ല ആണും പെണ്ണും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ വഅല് കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നാളെ മഹ്ശറാവൻ സഭയിൽ വിചാരണ കൂടാതെ രക്ഷപ്പെടാൻ പറ്റിയ അമലാകുന്ന തഹജ്ജുദ് നിലനിർത്താൻ ഈ സദസ്സ് നമുക്ക് അല്ലാഹു കാരണമാക്കി തരുമാറാവട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി തഹജ്ജുദ് നിസ്കാരം മുടക്കരുത്. സുബഹിക്ക് അല്പം മുമ്പ് എഴുന്നേൽക്ക്. രാത്രി കുറച്ച് നേരത്തെ കിടന്നുറങ്ങിയാൽ മതി. എന്നാ ഇതൊന്നൊരു പ്രശ്നവുമില്ല. ഇത് കിടന്നുറങ്ങുന്നത് എപ്പോഴാണ്? 12 മണിക്ക് വിളിച്ചു നോക്കിയാലും ആള് ഹയാത്തോടുകൂടി നടക്കുകയാണ്. 1 മണിക്ക് മൊബൈലിൽ നിന്ന് അടിച്ചു നോക്കിയാലും ആള് വളരെ സന്തുഷ്ടനാണ്. 2 മണിക്ക് വിളിച്ചാലും കിടന്നുറങ്ങുന്നത് എപ്പോഴാ? 4 മണിക്ക്, 3 മണിക്കോ 4 മണിക്കോ അങ്ങ് കിടന്നുറങ്ങും. കിടന്നുറങ്ങിയിട്ട് ആ മനുഷ്യൻ സുബഹിക്ക് വാങ്ങി കൊടുക്കുന്നത് അറിയില്ല. സുബഹിക്ക് ആ മനുഷ്യൻ എല്ലാവരും നിസ്കരിക്കുമ്പോൾ കൂർക്കം വലിക്കുന്നു. അള്ളാഹിന്റെ മലക്കുകൾ നിസ്കരിക്കുന്നു, അവൻ കൂർക്കം വലിക്കുന്നു. 8 മണിക്ക് ഓഫീസിൽ പോകാനാ ഉണരുന്നത്. ഒരു വാപ്പ ഗൾഫിൽ ചെന്ന് നോക്കിയാൽ തന്റെ മകൻ നാട്ടിൽ നിന്ന് സുബഹിക്ക് എഴുന്നേൽക്കാത്ത മകനതാ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായ ഡ്രസ്സ് മാറി പോകുന്നു. എന്താ എന്റെ മോൻ നന്നായല്ലോ, ഡ്യൂട്ടിക്ക് പോകാനുള്ളത് കൊണ്ടാ നേരത്തെ എഴുന്നേറ്റത്. വെള്ളിയാഴ്ച ചെന്ന് നോക്കണം. ഡ്യൂട്ടിക്ക് പോകാനില്ലാത്ത ദിവസം ഇതുപോലെ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ടോ? അപ്പൊ ഉണരുന്നത് അല്ലാഹുവിന് വേണ്ടിയല്ല, ദുനിയാവിന് വേണ്ടി ഉണരാൻ നമുക്ക് കഴിയും. ദുനിയാവിന് വേണ്ടി ഉണരാനുള്ള സംവിധാനങ്ങളുമുണ്ട്. അല്ലാഹുവിന് വേണ്ടി ഉണർന്ന് എന്റെ പരലോകം രക്ഷപ്പെടുത്താ ഞാനെന്ന് ഉണരട്ടെ, എനിക്ക് സ്വർഗം നിഷേധിക്കുന്ന ഇബ്ലീസിനെ അട്ടിയോടിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് സുബഹിക്ക് ഉണരാൻ ഇനിയെങ്കിലും നമ്മൾ ശ്രമിക്കണം. സുബഹിക്ക് കിടന്നുറങ്ങുന്നത് പട്ടിയുടെ സ്വഭാവമാണ്. പട്ടികൾ സുബഹി വരെ റോട്ടുമ്മൽ കാണും. ബസ്സിലും കാറിലും വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ രാവിലെ വരെ പട്ടികളും നായ്ക്കളും ഇങ്ങനെ കിടന്ന് ഓടിക്കളിക്കും. സുബഹിന്റെ ബാങ്കിന് അല്പം മുമ്പ് അവരങ്ങ് കിടന്നുറങ്ങും. പട്ടികൾ അങ്ങനെയാ. അതേ സമയത്ത് ആട് അങ്ങനെയല്ല. ആടുകൾ നേരത്തെ കിടന്നുറങ്ങും. സുബഹിക്ക് അല്പം മുമ്പ് എഴുന്നേറ്റിട്ട് ആടുകളെ വളർത്തുന്ന കൂട്ടിൽ നിന്ന് പിടപെട ശബ്ദം കേൾക്കും. അവൻ ആ തല കിടന്ന് അടിക്കുന്നത് കൊണ്ട് ആ ചെവികൾ രണ്ടും തമ്മിലടിക്കുന്ന ശബ്ദം കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് തലയൊക്കെ ഒന്ന് കുടഞ്ഞ് ഉറക്കൊക്കെ ശരിക്കൊന്ന് ഉണർന്ന് സുബഹിക്ക് മുമ്പ് കൂടുകളിൽ നിന്ന് ഉണർന്നിട്ട് എഴുന്നേൽക്കുന്ന ജീവിയാണ് ആട്. വളരെ വലിയ ബർക്കത്തുള്ള ജീവിയാ. ആടിന് മേക്കാത്ത അമ്പിയാക്കന്മാരാരുള്ളത്? ബർക്കത്തുള്ള ജീവിയാണ് ആട്. ആടിന്റെ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്.
അതുകൊണ്ടാണല്ലോ ആടിനെ എല്ലാ അമ്പിയാക്കന്മാരും ആടിനെ മേക്കാൻ പോയല്ലോ. ഒരു ബർക്കത്തുള്ള ജീവി തന്നെയാണ്. അമ്പിയാവിന് മേക്കാൻ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ജീവി എന്നതുകൊണ്ട് തന്നെ ബർക്കത്തുള്ള ജീവിയാണ്. സുബഹിക്ക് മുമ്പ് ഉണരും, അത് വീട്ടിലുണ്ടായാലും വലിയ ബർക്കത്താ. അതേസമയം പട്ടികളോ തീരെ ഒരു ബർക്കത്തില്ല. ഇബ്ലീസ് തുപ്പിയതിൽ നിന്ന് പഠിച്ചതല്ലേ. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിന്റെ വാതിൽക്കൽ അല്ലാഹു തആല പടച്ച് 40 കൊല്ലം ഒരു മണ്ണിന്റെ കൂടായിട്ട് അവിടെ ഇട്ടു. അന്ന് ഇബ്ലീസ് എന്നുള്ള പേര് വന്നിട്ടില്ലല്ലോ. ഈ ചങ്ങാതി മലക്കുകളുടെ ഉസ്താദല്ലേ. മലക്കുകളുടെ ഉസ്താദായ ഇവൻ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോയി വരികയൊക്കെ ചെയ്യുമ്പോ ആ സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ ഒരു മനുഷ്യൻ കിടക്കും. ഇതാണിപ്പോ അള്ള പടക്കാൻ പോകുന്ന ആള് എന്ന് പറഞ്ഞ് കാർക്കിച്ച് തുപ്പി. ആ തുപ്പിയത് ഇങ്ങനെ നുള്ളിയെടുത്തിട്ട് അതങ്ങ് വലിച്ചെറിഞ്ഞിട്ട് അതുകൊണ്ട് ആ നായനെ സൃഷ്ടിച്ചത്. അതാണ് ഇത്ര നമ്മുടെ പുക്കിളിന്റെ ഭാഗത്തൊരു കുഴി വന്നത്. അവിടെയാണ് അവൻ തുപ്പിയത്. ആ തുപ്പിയത് ഇങ്ങനെ നുള്ളിയെടുത്തിട്ട് അതങ്ങ് വലിച്ചെറിഞ്ഞിട്ട് അതുകൊണ്ട് ആ നായനെ സൃഷ്ടിച്ചത്. അതാണ് ഇത്ര നമ്മുടെ പുക്കിളിന്റെ ഭാഗത്തൊരു കുഴി വന്നത്. അവിടെയാണ് അവൻ തുപ്പിയത്. അപ്പൊ ഇതിൽ നിന്നല്ലേ ആ പട്ടിനെ പടച്ചത് അല്ലാഹു തആല. അതിനെ കുരുത്തക്കേട് അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. സഹോദരങ്ങളെ, നേരത്തെ കിടന്നുറങ്ങണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇശാക്ക് ശേഷം ഇൽമിയായ ഇങ്ങനത്തെ സംസാരങ്ങൾക്ക് വിരോധമില്ല. അല്ലാതെ വെറുതെ ഇരുന്ന് സൊറ പറയുന്നത് റസൂലുള്ള വെറുത്ത സംഗതിയാ. വേഗം കിടന്നുറങ്ങാം. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ എന്താ പരിപാടി? ഇശാ ജമാഅത്ത് കഴിഞ്ഞ് വന്ന് ഹദ്ദാദ് കഴിഞ്ഞാൽ വീട്ടിലുള്ള ഭാര്യയും മക്കളും എല്ലാം കൂടി ഭക്ഷണം കഴിച്ച് എത്രയും പെട്ടെന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ സുബഹിക്ക് നേരത്തെ ഉണരാം. നല്ല ബർക്കത്തുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റിയ സമയമാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം ഇരുന്ന് ഖുർആൻ ഓതിയിട്ട് സ്കൂളിലേക്കുള്ളത് പരീക്ഷക്കുള്ളത് വായിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയി നോക്കൂ. രാത്രി ഉറക്കമൊഴിച്ച് 2 മണി വരെ വായിക്കാണ്. എന്നിട്ട് 2 മണിക്കോ 3 മണിക്കോ കിടന്നുറങ്ങാണ്. സുബഹി ഖലാക്കി എഴുന്നേറ്റിട്ട് പരീക്ഷയ്ക്ക് പോകുന്നു. ആ പരീക്ഷയിൽ എന്ത് ബർക്കത്താ ഉള്ളത്? അതേ സമയത്ത് ഭക്ഷണം കഴിച്ച് ഹദ്ദാദ് ഓതി കുറച്ചെന്തെങ്കിലുമൊക്കെ വായിക്കണമെങ്കിൽ വായിച്ച് വേഗം അങ്ങ് കിടന്നുറങ്ങുക, കൂടുതൽ വൈകാതെ. ശരീരത്തിന് അത്യാവശ്യമായ ഉറക്കം, നിർബന്ധമായ ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടണം. അങ്ങനെ ഉറങ്ങിയതിനു ശേഷം എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് സുബഹിയെ പ്രതീക്ഷിച്ചിരിക്കുന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ഖുർആൻ ഓതിയിട്ട് കുറച്ചുകൂടി പാഠപുസ്തകങ്ങൾ വായിക്കും, പരീക്ഷയ്ക്കുള്ളത് വായിച്ചുകൊണ്ട് ദുആ ചെയ്ത് ഇറങ്ങിപ്പോയാൽ എന്തൊരു ബർക്കത്താണ്. കച്ചവടത്തിന് പോയാൽ എന്ത് ബർക്കത്താണ്, കൃഷിക്ക് പോയാൽ എന്ത് ബർക്കത്താണ്, വാഹനം ഓടിക്കുകയാണെങ്കിൽ എന്തൊരു ബർക്കത്താണ്. എല്ലാ നന്മക്കും ബർക്കത്തുള്ള സംഗതിയല്ലേ അത്. സുബഹി നിസ്കരിക്കാത്തവന് നഹ്സാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സുബഹി ഖളാക്കിയവന് അന്നത്തെ ദിവസം നഹ്സ് തന്നെ. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് തഹജ്ജുദ് നിസ്കാരം നിലനിർത്തണം. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഒരു ദിവസം തണുത്ത വെള്ളം കുടിച്ചു. ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചു. താരങ്ങ് കിടന്നു ഉറങ്ങിപ്പോയി. അന്ന് തഹജ്ജുദ് കിട്ടിയില്ല. സുബഹിന്റെ ബാങ്ക് വിളിച്ചപ്പോഴാ ഉണർന്നത്. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി ശരീരത്തോട് പറയുന്നു, എന്റെ ശരീരമേ, ഇന്നലെ ഞാൻ നിനക്ക് നല്ല തണുത്ത വെള്ളം തന്നു. അതങ്ങ് കുടിച്ചപ്പോൾ നീ സുഖമായിട്ട് ഉറങ്ങി. എന്റെ തഹജ്ജുദ് മുടക്കി. മേലിൽ നിനക്ക് ഞാൻ വെള്ളം തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തന്റെ ശരീരത്തിന് കൊല്ലങ്ങളോളം വെള്ളം കൊടുത്തില്ല. ശുദ്ധവെള്ളം, തണുത്ത വെള്ളം കൊടുത്തില്ല. വെള്ളം കുടിക്കാതെ താനങ്ങ് ജീവിച്ചു. രാത്രി സമയത്ത് പറയും, ശരീരമേ, നിനക്ക് ഞാൻ വെള്ളം തരില്ല. നീയാണ് ആ അപകടം വരുത്തി വെച്ചത്, സഹിച്ചോളൂ. വല്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത്, മരിക്കുമെന്ന് തോന്നുമ്പോ, ജലാംശമില്ലാതെ വെള്ളം കുടിക്കാതെ തൊണ്ട പൊട്ടി മരിക്കുമോ എന്ന് തോന്നുന്ന സമയത്ത് അബൂ യസീദുൽ ബിസ്താമി ചെയ്യുന്നത് എന്താണ്? ഒരു പാത്രത്തിൽ വെള്ളമെടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി മണ്ണിലേക്ക് ആ വെള്ളം അങ്ങ് ഒഴിക്കും. ആ വെള്ളം മണ്ണിലൊന്ന് കുഴക്കും. എന്നിട്ട് മണ്ണ് കുഴച്ച് ഒരു ഉരുളയാക്കി കയ്യിൽ വെക്കും. കുറച്ച് കൂടുതൽ വെള്ളത്തിന്റെ നനവുണ്ടാക്കും. എന്നിട്ട് അത് കയ്യിൽ വെച്ചിട്ട് ദാഹജലം കിട്ടാതെ പട്ടിണിയായി വിശന്ന് ജലാംശം പറ്റി തൊണ്ട പൊട്ടി മരിക്കുമെന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോ അബൂ യസീദുൽ ബിസ്താമി ഈ കയ്യിൽ വെച്ചിരിക്കുന്ന നനഞ്ഞ മണ്ണിന്റെ ഉരുള നാവ് കൊണ്ടൊന്ന് തട്ടിച്ചിട്ട് വലിച്ചെടുക്കും. അത് മതി, അത് മതി നിനക്ക്, അത്ര മതി. ശരീരമേ, എനിക്ക് ഹിസാബ് കൂടാതെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റിയ അമല് ഞാൻ പതിവാക്കി പോരുന്നവനാണ്. ഒരു ദിവസം നിനക്ക് വെള്ളം തന്ന കാരണത്താൽ
നീ എനിക്ക് സുഖമായി എന്റെ ശരീരത്തെ ഉറക്കിക്കളഞ്ഞു, അത് കാരണം എന്റെ തഹജ്ജുദ് മുടങ്ങി, ഇനി മേലിൽ നിനക്ക് ഞാൻ വെള്ളം തരില്ല എന്ന് പറഞ്ഞ് അബൂ യസീദുൽ ബസ്താമി റളിയല്ലാഹു അൻഹു മരണം വരെ തന്റെ ശരീരത്തിന് വെള്ളം കൊടുത്തില്ല. ശരീരത്തെ ശരിക്കും അങ്ങ് സൂക്ഷിച്ചു, ശരിക്കും ശരീരത്തെ അങ്ങ് പാകപ്പെടുത്തി. അവരുടെ നഫ്സിനെ വന്നഫ്സു കത്ഫിലിൻ തുഹ്മിൽഹു ശബ്ബഅല ഹുബ്ബിർ റളാഇ വഇൻ തുഫ്തിൻഹു യൻഫതിമി. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുല കൊടുത്ത് ശീലിക്കുന്ന ഉമ്മമാര് കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്നത് 2 വയസ്സ് പ്രായമാകുമ്പോൾ കുട്ടിയുടെ മുല കുടി നിർത്തും. അങ്ങനെ അല്ലെങ്കിൽ 1.5 വയസ്സ് പ്രായമാകുമ്പോ ആ കുഞ്ഞിന്റെ മുലകുടി നിർത്തും. 2 വയസ്സ് പ്രായമാകുമ്പോ എന്തായാലും ആ കുഞ്ഞിന്റെ മുലകുടി നിർത്തും. മുലകുടി നിർത്താതെ വിട്ടാലോ ആ കുഞ്ഞും മുല കുടിക്കും. 4 വയസ്സായാലും ഉമ്മാന്റെ മുലപ്പാല് കിട്ടണം, 10 വയസ്സായാലും മുലപ്പാല് കിട്ടണം. യുവാവാണെങ്കിലും ആ കുഞ്ഞിന്റെ മുലകുടി നിർത്തിയിട്ടില്ലെങ്കിൽ അവൻ യുവാവായാലും ഉമ്മാന് മുലപ്പാല് കുടിക്കാൻ അവൻ നിർബന്ധിതനാകും. അവന് കുടിക്കും, അത് കിട്ടേണ്ടി വരും. അതേ സമയത്ത് ഇതേ കുഞ്ഞിനെ തന്നെ 2 വയസ്സ് പ്രായമാകുമ്പോഴേക്ക് ഉമ്മ മുലപ്പാല് കുടിക്കുന്നത് നിർത്തിയിട്ട് ഉമ്മാന്റെ മാറിടത്തിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ ആ കുഞ്ഞൻ അങ്ങനെ വളരുകയും ചെയ്തു. ഇന്ന് ഉമ്മാന്റെ മുലപ്പാല് കുടിക്കുക എന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് സാധ്യമാണോ? ചിന്തിക്കാൻ പോലും സാധ്യമാണോ? നമ്മുടെ ശരീരത്തെ, നമ്മുടെ നഫ്സിനെ എങ്ങനെ പാകപ്പെടുത്തുന്നോ ആ പാകപ്പെടുത്തുന്ന വിധത്തിലാണ് നമ്മുടെ ശരീരം. ശരീരത്തെ നല്ലതുകൊണ്ട് പാകപ്പെടുത്തണം, നല്ല ചിട്ടകൾ ശരീരത്തിന് കൊടുക്കണം. അപ്പോൾ തഹജ്ജുദ് നിസ്കാരം വേണം. എന്തിന്? നാളെ പരലോകത്ത് വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുന്ന ആദ്യത്തെ പണി മഹ്ശറിലതാണ്. തഹജ്ജുദ് നിസ്കരിച്ചവരെവിടെ? ഇങ്ങോട്ട് വരൂ. അവരെ അങ്ങ് സ്വർഗത്തിലേക്ക് പറഞ്ഞേച്ചിട്ടാണ് അല്ലാഹു തആല വിചാരണക്ക് തിരിയുന്നത്.